അമൃത കെ, ജൂനിയർ ആർട്ടിസ്റ്റ്. അമൃത, ഇപ്പോഴും ഒരു ആർട്ടിസ്റ്റായി നിൽക്കാൻ പറ്റുന്നുണ്ടോ? അമൃതയുടെ ദുരനുഭവം, ഒരു പ്രൊഡ്യൂസറിൽ നിന്നുണ്ടായ ദുരനുഭവം രാവിലെ പറഞ്ഞു. സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഒത്തുതീർപ്പ് വേണ്ടിവരും. അത് പച്ചയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് പറയുകയാണല്ലേ വിളിച്ച് ഫോൺ ചെയ്ത്? അതെ, ഒരിടത്തുനിന്ന് മാത്രമാണോ അനുഭവം? അതൊന്ന് വിശദീകരിക്കാമോ? അതിനുശേഷം എന്തു ചെയ്തു അമൃത അക്കാര്യത്തിൽ നിന്ന്? ഞാൻ കൂടുതൽ അതിലേക്ക് പിന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അയാൾ വിളിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്, അമൃത ഇങ്ങനെയൊരു റോളുണ്ട്, ക്യാരക്ടർ റോളാണ്, അത്യാവശ്യം നല്ലതാണ്, അമൃതയ്ക്ക് ക്യാരക്ടറിന് പറ്റിയ ഫേസ് ആയതുകൊണ്ടാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപർണ ബാലമുരളിയുടെ ക്ലോസ് ഫ്രണ്ടാണ് ആയിട്ടാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇതിൽ ടൊവിനോ ഉണ്ട്, പിന്നെ ചാക്കോച്ചനുണ്ട്, നിവിൻ പോളിയൊക്കെ ഉണ്ട്, വേറെ നടിമാരെ പേരൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങനെ അപർണയുടെ ഫ്രണ്ടായിട്ട് അഭിനയിക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമില്ല. കാരണം നമുക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, ജൂനിയർ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു കഥാപാത്രം കിട്ടുക എന്നുള്ളത്. അമൃത സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് അറിയുന്ന ഒരു പ്രൊഡ്യൂസർ, അതെങ്ങനെയാണ് അമൃതയിലേക്ക് ഇയാളുടെ കോൾ എത്തുന്നത്? ഞാൻ ഒരു വർഷത്തോളമായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്നതാണ്, ക്രൗഡ് വർക്കിന് പോവാറുണ്ട്. ഇങ്ങനെ ക്യാരക്ടർ റോളിലേക്ക് ഞാൻ ആ സമയത്ത് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരുപാട് ഗ്രൂപ്പുകളിൽ ഉണ്ടാവും, ഒരുപാട് കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും, അപ്പോൾ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് കളക്ട് ചെയ്തതാണ്, ഒരു സ്ത്രീ മുഖേനയാണ് എൻ്റെ നമ്പർ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നമ്പർ എവിടെ നിന്നാണ് കിട്ടി? അപ്പം പറഞ്ഞു, ഞാൻ ഈ ഒരു ഗ്രൂപ്പിൽ നിന്നൊരു ലേഡി എനിക്ക് അയച്ചു തന്നതാണ്. ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ലേഡിയാണ് എനിക്ക് അമൃതയെ സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ പുള്ളിക്കാരോട് സംസാരിക്കാൻ നിന്നത്. ശരിക്കും അങ്ങനെ ഒരു സിനിമയുണ്ടോ? അങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടോ? ശരിക്കുള്ള പേര് തന്നെയാണോ? ഒരു സിനിമ ഉണ്ടോ വെച്ചാൽ അങ്ങനെ ഷൈജു അല്ലേ വിളിച്ചപ്പോൾ പറഞ്ഞ പേര്? അത് കൂടുതൽ അതെ ഷൈജു എന്നാണ്, പ്രൊഡ്യൂസർ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പ്രൊഡ്യൂസർ നേരിട്ട് വിളിക്കുമോ എന്നുള്ളത് ഡൗട്ടാണ്. കാരണം പ്രൊഡ്യൂസർ അങ്ങനെ നേരിട്ട് വിളിച്ച് പറയൂലല്ലോ. ഒന്നെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളറോ അല്ലെങ്കിൽ അസിസ്റ്റന്റ്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരാണ് സംസാരിക്കുക ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവർ ഡയറക്റ്റായിട്ട് ഇങ്ങനെ പ്രൊഡ്യൂസറാണ് എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കത് തീർച്ചയായിട്ടും അതൊരു ഫേക്കാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അതിനുശേഷം അതിന്മേൽ എന്തെങ്കിലും ചെയ്തോ? ആരുടെങ്കിലും പരാതിപ്പെടുകയോ എന്തെങ്കിലും ചെയ്തോ? ഇല്ല, ഞാൻ അങ്ങനെ ഉണ്ടായപ്പോഴത്തേക്കും ഞാൻ ഇതിന് തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ കുഴപ്പമില്ല, വേറെ റോള് വരികയാണെങ്കിൽ, നല്ല അത്യാവശ്യം റോള് വരികയാണെങ്കിൽ, അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത റോള് വരികയാണെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് വെച്ചതാണ്. പിന്നെ ഞാൻ അവരെ പറ്റി ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഇതെപ്പോഴാണ് അങ്ങനെ ഒരു ടീം അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ? ഇത് ഫെബ്രുവരി, ഈ വർഷം തന്നെ ഫെബ്രുവരി മാസങ്ങളേ ആയിട്ടുള്ളൂ. അതിനുശേഷം വേറെ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചോ? അടുത്ത മെയ് മാസത്തിൽ ഇല്ല കയറിയിട്ടില്ല, വേറെ മൂവിയിലേക്ക് ഫോക്കസ് ചെയ്തിട്ടില്ല. ഈ അമൃതയ്ക്ക് ഇത് ആദ്യ അനുഭവമായിരുന്നോ ഈ രൂപത്തിൽ സംസാരിക്കുന്നത്? അതെ, എനിക്കിത് ആദ്യമായിട്ടുള്ള അനുഭവമാണ്. കാരണം ഞാൻ എൻ്റെ മേഖല എന്ന് പറയുന്നത് വേറെയാണ്. അപ്പം ഇതിനോടൊരു പാഷൻ ഉള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് കയറി എന്നുള്ളതാണ്. അത്രയും നമ്മൾ അതിലേക്ക് വളരെ കെയർ ചെയ്തിട്ട് നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ചാണ്, എൻ്റെ ഫ്രണ്ട് മുഖേന ഞാൻ ഇതിലേക്ക് കയറുന്നത്. ജേർണലിസം ഫീൽഡിൽ നിന്ന് പരിചയപ്പെട്ട ഒരു ഫ്രണ്ടാണ് അവൻ. ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കെങ്ങനെ ഏതൊരു റോള് വരികയാണെങ്കിൽ നീ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ആ ഒരു വർക്ക് വന്നിട്ടുണ്ടടാ, അത്യാവശ്യം നല്ലതാണ്, എനിക്കറിയാവുന്ന കോർഡിനേറ്ററാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നീ ഒന്ന് ശ്രദ്ധിച്ചേക്കണം, ഫിലിം മേഖലയാണ്, അപരിചിതരായ ഒരുപാട് ആൾക്കാരുണ്ടാവും, അവർ വാങ്ങിക്കുന്ന നമ്പറൊക്കെ വാങ്ങിക്കാൻ വരും, അപ്പോൾ അതിലേക്കൊന്നും നിൽക്കരുത്, കൂടുതൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമ്മളത് നോക്കി ശ്രദ്ധിച്ച് അങ്ങനെ പോകുന്ന ഒരു ഇതിലായിരുന്നു. ശരി അമൃത, ഈ ഒരു വർഷത്തേക്ക് നമ്മൾ അമൃത ഒരു മിനിറ്റ് അപ്പോൾ കൊച്ചി സിറ്റി സംവിധായകൻ രഞ്ജിത്തിനെതിരെ അമൃത പറഞ്ഞ് അവസാനിപ്പിക്കാം. അമൃത, ഇപ്പോൾ ഈ വിഷയത്തിൽ ഇനി പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്ത് പരാതി പറയുന്നവരുടെ മൊഴിയെടുക്കാൻ വേണ്ടി ഒരു അന്വേഷണ സംഘം നാളെ ഇപ്പോൾ ആദ്യ യോഗം ചേരാനിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് പരാതി കൊടുക്കുന്നുണ്ടോ അമൃത? പരാതി കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നൊരു സ്പെഷ്യൽ ബ്രാഞ്ച് വന്നായിരുന്നു, വീട്ടിൽ വന്നായിരുന്നു, ഒരു SI വന്നായിരുന്നു, പ്രദീപ് എന്ന് പറയുന്ന SI. അപ്പം
പുള്ളിക്കാരൻ പറഞ്ഞത് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു, അവസ്ഥ എന്താണ് സംഭവിച്ചെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കാര്യങ്ങൾ. അപ്പം പരാതി കൊടുക്കാൻ അമൃതയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം, അവിടേക്ക് വന്നു കഴിഞ്ഞാൽ പരാതി എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അതിലേക്ക് പോകാൻ ആലോചിക്കുന്നുണ്ട് എന്തായാലും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.